السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് മുഅ്മിനീങ്ങൾക്ക് നൽകിയ അനുഗ്രഹമായി അവൻ എടുത്തു പറഞ്ഞ കാര്യമാണ് ഈമാനിനോട് അള്ളാഹു അവർക്ക് അവരുടെ മനസ്സിൽ പ്രിയം നൽകിയെന്നും അവരുടെ മനസ്സിൽ അവൻ അത് സീനത്താക്കി വെച്ചുവെന്നും അള്ളാഹുവിനോടുള്ള ധിക്കാരത്തോടും അവിശ്വാസത്തോടും തിന്മകളോടുമെല്ലാം മുഅ്മിനീങ്ങളുടെ മനസ്സിൽ അള്ളാഹു വെറുപ്പ് നൽകിയെന്നും വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم ولكن الله حبب إليكم الإيمان. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു അത് അലങ്കരിച്ചു വച്ചിരിക്കുന്നു. വകറഹ ഇലൈക്കും, അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ വെറുപ്പ് നൽകിയിരിക്കുന്നു. അൽ കുഫറ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അവിശ്വാസത്തോട്, റബ്ബിനോടുള്ള ധിക്കാരത്തോട്, അവനോടുള്ള അനുസരണക്കേടിനോടെല്ലാം. ഉലൈക ഹുമുർ റാഷിദൂൻ, ആ സൗഭാഗ്യം ലഭിച്ചവരാരോ അവനാണ് സന്മാർഗത്തിലായവർ. ഫദ്ലൻ മിനല്ലാഹി വ നിഅമ, റബ്ബിൻ്റെ ഔദാര്യവും അവൻ്റെ അനുഗ്രഹവുമാണത്. അല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്ന അലീമാണ്, അവൻ ഏറ്റവും യുക്തിയുള്ള ഹക്കീമാണ്. പ്രിയ സഹോദരങ്ങളെ, റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്നതിലാണ് ഇഹലോകത്തെയും സൗഭാഗ്യമുള്ളത്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലാണ് എല്ലാ നാശവും എല്ലാ നഷ്ടവും വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മുഅ്മിൻ തിന്മകൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ അവൻ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കേണ്ടതുണ്ട്. ആ പാപങ്ങളിലേക്ക് മനസ്സ് ചായാതിരിക്കാനുള്ള, അങ്ങോട്ട് വീണു പോകാതിരിക്കാനുള്ള മാർഗമേത് എന്നവൻ അന്വേഷിക്കേണ്ടതുണ്ട്. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ചില പാഠങ്ങളുണ്ട്. തിന്മകളിലേക്ക് മനസ്സ് പോകുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 പാഠങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ മഹത്വം, അവൻ്റെ ജലാല, അത് മനസ്സിലോർക്കുക എന്ന കാര്യമാണ്. അള്ളാഹുവിനെക്കുറിച്ച് ആർക്കാണോ കൂടുതൽ അറിവുള്ളത് അവനായിരിക്കും അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൂക്ഷിക്കുക. റബ്ബ് അറിയുന്നുണ്ട് എൻ്റെ ഓരോ ചലനങ്ങളും, എൻ്റെ കണ്ണിൻ്റെ നോട്ടവും എൻ്റെ മനസ്സിൻ്റെ ചിന്തകളുമെല്ലാം എന്ന് മനസ്സിലാക്കിയ ഒരു മുഅ്മിനിന് എങ്ങനെയാണ് അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ, അള്ളാഹു വെറുക്കുന്നത് പറയാൻ, അള്ളാഹു വെറുക്കുന്നത് കാണാനും കേൾക്കാനും സാധിക്കുക? റബ്ബ് ചോദിച്ചില്ലേ, അലം യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്. അലം യഅലമു, അവരറിഞ്ഞില്ലേ?
അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും, അള്ളാഹു അവരുടെ രഹസ്യവും അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളും അറിയുന്നുവെന്ന്. വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്, സകല രഹസ്യങ്ങളും മറഞ്ഞ കാര്യങ്ങളും അറിയുന്നവനാണ്, ഏറ്റവും നന്നായി അതേക്കുറിച്ച് അറിവുള്ളവനാണ് അവരുടെ റബ്ബെന്ന് അവർ മനസ്സിലാക്കിയില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്. റബ്ബ് പറയുന്നു, വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂഹ് വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം. നിങ്ങൾ അറിയുക, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ മനസ്സുകൾക്കുള്ളിലുള്ളത് എന്താണെന്ന് റബ്ബ് അറിയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഫഹ്ദറൂഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അവനേറെ പൊറുക്കുന്നവനാണെന്നും അവനേറെ ക്ഷമിക്കുന്നവനാണെന്നും അറിയുക. പക്ഷേ അള്ളാഹുവിൻ്റെ പൊറുക്കലിനെ കുറിച്ചുള്ള നിൻ്റെ അറിവ് നിന്നെ വഞ്ചനയിലാക്കി കളയരുത്. നിന്നെ അത് തിന്മകളിൽ മുങ്ങാനല്ല പ്രേരിപ്പിക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിലേക്ക്, അവനോടുള്ള സ്നേഹത്തിലേക്കാണ് നിന്നെ അത് നയിക്കേണ്ടത്. അതേ രണ്ടാമത്തെ കാര്യം അതാണ്. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം റബ്ബിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ മഹബ്ബ അത് നേടിയെടുക്കാനാണ് ഓരോ മുസ്ലിമും പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സ്നേഹം ഇങ്ങോട്ട് ഒരുവന് ലഭിച്ചാൽ അതിനേക്കാൾ വലിയ ഭാഗ്യവും വിജയവും മറ്റെന്താണുള്ളത്? അതാ ഖൈബറിൻ്റെ തലേന്നാൾ, ഖൈബർ യുദ്ധത്തിൻ്റെ തൊട്ടു മുൻപുള്ള ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയുണ്ടായി, ലഉഅ്തിയന്ന റായത ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. ഖൈബർ മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കിയ ആ ദിവസത്തിൻ്റെ തലേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഉഅ്തിയന്ന ഹാദിഹി റായത ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി. ഇതാ നാളെ ഈ യുദ്ധത്തിൻ്റെ പതാക ഞാൻ ഒരാൾക്ക് നൽകും. അയാളുടെ കയ്യാൽ അള്ളാഹു ഈ യുദ്ധം മുസ്ലിമീങ്ങൾക്ക് അനുകൂലമാക്കി അവർക്ക് വിജയമാക്കി തീർക്കും. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് യുഹിബ്ബുല്ലാഹ വറസൂലഹ്, അള്ളാഹുവിനെയും റസൂലിനെയും അദ്ദേഹം സ്നേഹിക്കുന്നു. വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അള്ളാഹുവും റസൂലും അദ്ദേഹത്തെയും സ്നേഹിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ഞാൻ ഈ പതാക നാളെ കൈമാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളറിയുമോ സഹാബത്തെല്ലാം ആരായിരിക്കും അത് എന്ന് അവരാശ്ചര്യപ്പെട്ടു. അവരിൽ ഓരോരുത്തരും അത് ഞാനായിരിക്കും എന്നാശിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അന്നല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അധികാരം കൊതിച്ചിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് നൽകുമെന്ന് പറഞ്ഞത് ഒരു അധികാരം കൂടിയാണ്, സൈന്യത്തിൻ്റെ നേതൃപദവി കൂടിയാണ്. പക്ഷേ ആ നേതൃപദവി ലഭിക്കുന്നയാളുടെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്, അള്ളാഹുവിനെയും റസൂലിനെയും അദ്ദേഹം സ്നേഹിക്കുന്നു, അള്ളാഹുവും റസൂലും അദ്ദേഹത്തെയും സ്നേഹിക്കുന്നുവെന്ന്. ഉമർ പറയുന്നു, അന്നല്ലാതെ ഞാൻ അധികാരം കൊതിച്ചിട്ടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എന്ന് കേട്ടാൽ, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് എന്ന് കേട്ടാൽ അവരുടെ ഹൃദയം എത്രമാത്രമാണ് അത് കൊതിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതാക നൽകാൻ വേണ്ടി അന്വേഷിച്ചത് അവിടെ ഹാജരില്ലാത്ത അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അദ്ദേഹത്തിന് കണ്ണിന് സുഖമില്ലാതെ ആ സദസ്സിൽ വന്നിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ വിളിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ ശ്രേഷ്ഠമായ ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് അലിയുടെ കണ്ണിലേക്ക് ഊതുകയുണ്ടായി. അലിക്ക് ആ കണ്ണിൻ്റെ രോഗം മാറി. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ആ രോഗം ഉണ്ടായിട്ടുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഖൈബർ യഹൂദികൾക്കെതിരെയുള്ള ആ യുദ്ധം മുസ്ലിമീങ്ങൾക്ക് വൻ വിജയമാക്കി നൽകുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബിൻ്റെ മഹബ്ബത്ത് അതിന് വില കൽപ്പിക്കുന്നവരാകണം നമ്മൾ. അള്ളാഹുവിൻ്റെ സ്നേഹം അതിന് നാം അതിൻ്റെ വില നൽകണം. അതേറ്റവും വലിയ കാര്യമാണ്. റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ മുൻഗാമികൾ പ്രയത്നിച്ചത്. അവരവരുടെ ജീവിതം മാറ്റിവെച്ചത് അതിനു വേണ്ടിയായിരുന്നു. മൂന്നാമത്തെ കാര്യം, തിന്മകളിലേക്ക് മനസ്സ് പോകുമ്പോൾ നാം ഓർക്കുക, ആരെയാണ് നാം ഈ ധിക്കരിക്കാൻ പോകുന്നത്?
ആരോടാണ് ഞാൻ ഈ അനുസരണക്കേട് പ്രവർത്തിക്കാൻ പോകുന്നത്? എല്ലാ നന്മകളും എനിക്കേകിയ, എല്ലാ അനുഗ്രഹങ്ങളും ഏകിയ എൻ്റെ റബ്ബിനെ. ആ കാര്യം, ആ ബോധം മനസ്സിലുണ്ടായിരിക്കണം. സഹോദര, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിൻ്റെ വീട്ടിലെ ഒരു ചെറിയ അനുജൻ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി, നീ അതിനെല്ലാം നൽകുന്നു, ഒരുപാട് ഉപകാരം നീ ചെയ്തു കൊടുക്കുന്നു, അതിന് വേണ്ടതൊക്കെ നീ വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് അവനാകട്ടെ നിനക്കിഷ്ടമില്ലാത്തത് മാത്രം ചെയ്യുന്നു. നീ ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതം പ്രവർത്തിക്കുന്നു. എന്തായിരിക്കും അവനോടുള്ള നിൻ്റെ നിലപാട്? എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഏകാത്ത എന്താണ് നമ്മുടെ പക്കലുള്ളത്? നമ്മുടെ കയ്യിലുള്ളതെല്ലാം, നാം അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അള്ളാഹു മാത്രമാണ് നമുക്കിതെല്ലാം നൽകിയത്. നാം ഒരാൾക്ക് എന്തുപകാരം ചെയ്താലും നമുക്ക് കൊടുക്കാൻ സാധിക്കാത്ത ധാരാളം ഉപകാരങ്ങളുണ്ട്. അതെല്ലാം നൽകിയവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അള്ളാഹു പറഞ്ഞില്ലേ, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് ثم إذا مسكم الضر فإليه تجأرون. വമാ ബികും മിൻ നിഅമ, ഏതേത് അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഫമിനല്ലാഹ്, അതെല്ലാം അള്ളാഹു നൽകിയതാണ്. ثم إذا مسكم الضر എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വല്ല പ്രയാസവും ബുദ്ധിമുട്ടും ബാധിച്ചാൽ ഫഇലൈഹി തജ്അറൂൻ, അവനിലേക്കാണ് നിങ്ങൾ കേണു ചെല്ലുന്നത്. നിങ്ങൾ കേടുന്നത് അവനോടാണ്. പ്രയാസം ബാധിച്ചാൽ നിനക്ക് കൈകൾ ഉയർത്താനുള്ളത്, നിനക്ക് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തേടാനുള്ളത് നീ ധിക്കരിക്കുന്ന ഈ റബ്ബിനോട് തന്നെയാണ്. അവനല്ലാതെ മറ്റാരുണ്ട് നിന്റെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ? അതുകൊണ്ട് ആ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക. അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് തിന്മകൾ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, പ്രയാസങ്ങൾ നീങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് തൗബയും ഇസ്തിഗ്ഫാറും എന്നതുപോലെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ ഉള്ള വലിയ കാരണമാണ് തിന്മകൾ. അള്ളാഹു അനുഗ്രഹങ്ങൾ പിൻവലിച്ചേക്കും അവനോട് നന്ദി കേട് കാണിച്ചാൽ. അതുകൊണ്ട് അവൻ്റെ നിഅമത്തുകൾ, അവൻ നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക സഹോദരങ്ങളെ. അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നാലാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഗളബ്, അവൻ്റെ കോപം, അവൻ്റെ ശിക്ഷ, ഈ കാര്യങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കുക. റബ്ബിൻ്റെ ഗളബ്, അവൻ്റെ കോപത്തിന് മുന്നിൽ ആർക്കാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുക? ഒരു നാട്ടിലെ ഭരണാധികാരിയോ അധികാരസ്ഥാനത്തുള്ള ഒരാളോ നിന്നോട് കോപിച്ചിരിക്കുന്നു, നിന്നോട് പകവീട്ടാൻ തയ്യാറായി അയാൾ നിൽക്കുന്നു എന്ന് കേട്ടാൽ നിന്റെ മനസ്സെത്രമാത്രം അതിൽ പ്രയാസപ്പെടും, നീ നെട്ടോട്ടമോടും. ആകാശഭൂമികളുടെ റബ്ബ് അവനെങ്ങാനും നിന്നോട് ഇന്തിഖാം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അതെ, അവൻ്റെ ശത്രുക്കളോട് ഇന്തിഖാം അഥവാ അവരോട് പ്രതിക്രിയ നടപടി, അവർ ചെയ്തതിനു പകരം ചോദിക്കുന്ന, അവർ ചെയ്തതിനോട് പകരം ചോദിക്കുന്നവനാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ثم أعرض عنها إن من المجرمين منتقمون. റബ്ബിൻ്റെ ആയത്തുകളെക്കുറിച്ച് കേൾക്കുകയും കേട്ടതിന് ശേഷം അതിനെ അവഗണിച്ച് തള്ളിക്കളയുകയും ചെയ്തവരെക്കാൾ വലിയ അക്രമികൾ ആരുണ്ട്? ഇന്ന മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, നാം കുറ്റവാളികളോട് പകരം ചോദിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇന്തിഖാം അതെന്തായിരിക്കും? ഫലമ്മ ആസഫൂന ഇൻതഖംനാ മിൻഹും, ഫിറഔനെയും കൂട്ടരെയും കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, നമ്മെ അവർ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ അവരോട് നാം പകരം വീട്ടുകയുണ്ടായി. അള്ളാഹു മുൻകഴിഞ്ഞ സമുദായങ്ങളെക്കുറിച്ച്, അവരെ നശിപ്പിച്ചതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, ഓരോരുത്തരെയും അവരുടെ തിന്മകൾ കാരണത്താൽ നാം പിടികൂടി. തിന്മകൾ കാരണത്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ബാധിക്കുകയുണ്ടായി. മുഅ്മിനീങ്ങൾ റബ്ബിൻ്റെ ശിക്ഷയെ ഭയക്കുന്നവരാണ്. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅമൂൻ. അള്ളാഹു പറഞ്ഞത് നോക്കൂ, വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഹൃദയം വിറകൊള്ളുന്നവരാണവർ, ഹൃദയം നടുങ്ങുന്നവരാണവർ. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅമൂൻ, അവരുടെ റബ്ബിൻ്റെ ശിക്ഷ അത് നിർഭയത്വത്തോടെ, പേടിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ലാത്ത, പേടിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അത് കഠിനമായ ശിക്ഷയാണ്. അള്ളാഹു അവൻ്റെ ശിക്ഷയെക്കുറിച്ച് അദീം എന്ന് പറഞ്ഞിരിക്കുന്നു, അത് ഭയാനകരമാണ്. അലീം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു, അത് വേദനാജനകമാണ്. ഷദീദാണ്, അത് കടുത്തതാണ്. മുഹീനാണ്, അപമാനിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ.
ഇതെല്ലാം റബ്ബ് അവനുദ്ദേശിച്ചാൽ അവൻ നൽകും. അവനെപ്പോലെ ശിക്ഷിക്കുന്ന ആരുണ്ട്? ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അവൻ്റെ ബന്ധനം പോലെ ബന്ധിക്കാൻ മറ്റാരുണ്ട്? അവൻ്റെ ശിക്ഷ പോലെ ശിക്ഷിക്കാൻ മറ്റാരുണ്ട്? ആ ശിക്ഷയുടെ ഒരു കാറ്റെങ്ങാനും ഏറ്റാൽ അതിൻ്റെ ഒരറ്റം പോലും നമുക്ക് താങ്ങാൻ സാധിക്കാത്ത അത്രയും ഉണ്ടായിരിക്കും. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ റബ്ബിനോട് തേടിയിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിർദാക മിൻ സഖതിക് വബിമുആഫാതിക മിൻ ഉഖൂബതിക് വഅഊദു ബിക മിൻക. റബ്ബേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു നിന്റെ തൃപ്തിയെ മുൻനിർത്തി നിന്റെ കോപത്തിൽ നിന്ന്, നിന്റെ മാപ്പിനെ മുൻനിർത്തി നിന്റെ ശിക്ഷയിൽ നിന്ന്. നിന്നോട് ഞാൻ കാവൽ തേടുന്നു നിന്നിൽ നിന്ന്. അള്ളാഹുവിൻ്റെ നബിമാർ അവരിൽ ഏറ്റവും ശ്രേഷ്ഠ റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് കാവൽ തേടിയെങ്കിൽ പ്രിയമുള്ളവരെ, എന്തായിരിക്കും ആ ശിക്ഷയെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നീ നാളെ പരലോകത്ത് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ നിന്നോട് കോപിച്ച അവസ്ഥയിലാണുള്ളതെങ്കിൽ, ഗദ്ബാനായ നിന്നോട് കോപിച്ചവനായ ഒരു റബ്ബിനെയാണ് നീ കാണുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിൻ്റെ ഗളബും അവൻ്റെ ശിക്ഷയും ഓർക്കുക. അഞ്ചാമത്തെ കാര്യം, തിന്മകൾ കാരണത്താൽ നമുക്ക് വന്നു ചേരുന്ന, യാതൊരു സംശയവുമില്ല, നമുക്ക് വന്നു ചേരുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുക. സുബ്ഹാനല്ലാഹ്, തിന്മ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ, നന്മ ചെയ്യാൻ നമുക്ക് അവസരമായിരുന്ന ആ സമയം അതുമാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ എങ്കിൽ പോലും ബുദ്ധിയുള്ള ഒരാൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും വിലപ്പെട്ട സമയമെന്ന് പറയുന്ന സംഗതി നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആ സമയം അള്ളാഹു നൽകിയ ആയുസ്സിലാണ് നീ അവനെ ധിക്കരിക്കുന്നത്. നിന്നിൽ ചില ഭാഗമാണ് അതിലൂടെ തീർന്നു പോകുന്നത്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, മനുഷ്യനെന്ന് പറഞ്ഞാൽ തന്നെ മജ്മുഅത്തുൻ മിനൽ അയ്യാം, ഒരു കൂട്ടം ദിവസങ്ങൾ മാത്രമാണ്. ഏതാനും നാളുകൾ അതാണ് നീ, ഏതാനും നിമിഷങ്ങളാണ് അത് കൂട്ടിവെച്ചാലുള്ളതാണ് നീ. ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പോൾ സഹോദര, നീയാണ് തീർന്നത്. മെഴുകുതിരി അത് കത്തി കത്തി തീർന്നു പോകുന്നത് നീ കാണുന്നില്ലേ? സൂര്യൻ ഉദിക്കുമ്പോൾ അത് നമ്മുടെ തലക്ക് മുകളിലെത്തുമ്പോൾ, വൈകുന്നേരം അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറുമ്പോൾ, അത് അസ്തമിക്കുമ്പോൾ, രാത്രി കടന്നു പോകുമ്പോൾ, സഹോദരങ്ങളെ, നമ്മളാണ് ഈ തീരുന്നത്, നമ്മുടെ ആയുസ്സാണ് ഈ അവസാനിക്കുന്നത്. ഇങ്ങനെ ഒരു പറ്റം ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് അവസാനിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവർ, ആ ഒരു നഷ്ടം തന്നെ എത്ര വലിയ നഷ്ടമാണ്. എന്നാൽ അതുമാത്രമാണോ? അല്ല. തിന്മകളുടെ ആ ആസ്വാദനവും തിന്മയിൽ ഒരുവൻ കണ്ടെത്തുന്ന രുചിയുമെല്ലാം തീർത്തും താൽക്കാലികം മാത്രമാണ്. അതവസാനിക്കുന്നു. ആ തിന്മ കൊണ്ട് അവനേൽക്കുന്ന ദൗർഭാഗ്യം, അവന് വരാനിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ, അതാണ് അവശേഷിക്കുന്നത്. വലഇയാദു ബില്ലാഹ്. ആലോചിച്ചു നോക്കൂ, അള്ളാഹു പറഞ്ഞത്, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമഹ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഖുൽ, പറയൂ നബിയേ, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമഹ, അന്ത്യനാളിൽ അവനവനെ തന്നെയും സ്വന്തം കുടുംബത്തെയും നഷ്ടപ്പെട്ടവനാരോ അവരാണ് യഥാർത്ഥ നഷ്ടക്കാർ. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അറിയണം, അതാണ് വ്യക്തമായ നഷ്ടം. സ്വന്തം നഫ്സിനെ നഷ്ടപ്പെട്ടു പോകും. നിന്റെ നഫ്സ് അത് നരകക്കുഴിയിൽ നീ പതിക്കും. നിനക്കതിനെ രക്ഷിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലുൻ യഗ്ദു, ഓരോരുത്തരും രാവിലെ പുറപ്പെട്ടു പോകുന്നു. ഫബായിഉൻ നഫ്സഹ, സ്വന്തം നഫ്സിനെ, സ്വന്തത്തെ അവൻ വിൽക്കുന്നു. ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ, എന്നിട്ട് ഒന്നുകിൽ അതിനെ നശിപ്പിച്ചു കളയുന്നവനുണ്ട്, അല്ലെങ്കിൽ അതിനെ മോചിപ്പിക്കുന്നവനുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ സ്വന്തം നഫ്സിന് അവനൊരു വിലയും നൽകിയിട്ടില്ല. ഒരുവന് സ്വന്തം നഫ്സിന് വിലയുണ്ട് എങ്കിൽ, നിനക്ക് യഥാർത്ഥ സ്വാഭിമാനമുണ്ട് എങ്കിൽ, നീ നിന്റെ നഫ്സിനെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലേക്ക് വിട്ടയക്കുകയില്ല. കാരണം റബ്ബിനെ ധിക്കരിക്കുക എന്നത് ഏറ്റവും മ്ലേച്ഛമായ കാര്യമാണ്. നീ ഈച്ചയെ കണ്ടിട്ടില്ലേ? മാലിന്യത്തിൻ്റെ മുകളിൽ, വിസർജ്യങ്ങളുടെ മുകളിൽ, നജസുകൾക്ക് മുകളിൽ മാത്രം പറ്റിക്കൂടുന്ന അങ്ങനെയുള്ള ജന്തുക്കളെയും പ്രാണികളെയും നീ കണ്ടിട്ടില്ലേ? അള്ളാഹു മോശമാണെന്ന് പറഞ്ഞിട്ടുള്ള, അവൻ മ്ലേച്ഛമാണെന്ന് പറഞ്ഞിട്ടുള്ള വൃത്തികേടുകൾക്ക് പിന്നിൽ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സുകൾ,
എപ്പോഴും അതിനു പിന്നിൽ പോയിരിക്കുന്ന ചിന്തകൾ അതൊട്ടും നിലവാരമില്ലാത്ത നഫ്സാണ്. നമ്മുടെ നഫ്സ് അങ്ങനെ ആയിക്കൂടാ. അള്ളാഹു പറഞ്ഞു, ഖുൽ കുല്ലു യഅമലു അലാ ശാകിലതിഹി, ഓരോരുത്തരും അവർക്ക് യോജിച്ച പ്രവർത്തനമാണ് പ്രവർത്തിക്കുക. ഓരോരുത്തരും അവർക്ക് യോജിച്ച പ്രവർത്തനമാണ് പ്രവർത്തിക്കുക. സ്വന്തം നഫ്സിന് വില നൽകിയവൻ, അതിനെ ശുദ്ധീകരിച്ചവൻ, അവനാണ് വിജയിക്കുക. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു, അതിനെ തിന്മകളിൽ കുഴിച്ചു മൂടിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ആലോചിക്കുക, ഈ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. സ്വർഗം നഷ്ടപ്പെടുക എന്നതിനേക്കാൾ വലിയ നഷ്ടം എന്തുണ്ട്? നരകത്തിൽ ഒരുവൻ അകപ്പെട്ടു പോവുക, തിരിച്ചുപോക്കിന് അവസരമില്ല. ഇനി ഒന്ന് നന്നാകാൻ, ഒരു രൂപ സദഖ നൽകാൻ, ഒരു ദിക്ർ അധികമായി ചൊല്ലാൻ, ഒരു റക്അത്ത് കൂടുതലായി നിർവഹിക്കാൻ, ഒരു നന്മ ചെയ്യാൻ അവസരമില്ല. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ തിന്മകൾ ഉപേക്ഷിച്ചോളാം, എനിക്കൊരു തിരിച്ചുപോക്ക് തരൂ എന്ന് അള്ളാഹുവിനോട് വിലപിക്കും ആളുകൾ. നരകവാസികൾ വിലപിക്കും. എന്തായിരിക്കും റബ്ബിൻ്റെ മറുപടി? ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ, നിന്ദരായി അവിടെ കിടന്നുകൊള്ളുക. വലാ തുകല്ലിമൂൻ, എന്നോട് മിണ്ടിപ്പോകരുത്. റബ്ബിൻ്റെ മറുപടി ഇതായിരിക്കും. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. യാ മാലിക്കു, ഓ മാലിക്, നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക്കിനെ വിളിച്ചുകൊണ്ട് പറയും, റബ്ബിനോടൊന്ന് പറയൂ, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരാൻ. ഖാല ഇന്നകും മാകിഥൂൻ, മാലിക്കിൻ്റെ മറുപടി, നിങ്ങൾ അവിടെ കിടക്കുന്നവരാണ്, രക്ഷയില്ല, തിരിച്ചുപോക്കില്ല. ഈ ദുനിയാവിലെ ഏത് നഷ്ടമാണ് നമുക്ക് വീണ്ടും നികത്താൻ സാധിക്കാത്തത്? പിന്നെയും അവസരമുണ്ട്. ഒന്ന് പോയാൽ വീണ്ടും വീണ്ടും അവസരം. എന്നാൽ ഇത് തീർന്നു പോയാൽ പിന്നെ ഒരു അവസരമില്ല. അതുകൊണ്ട് ആ നഷ്ടത്തെക്കുറിച്ച് ഓർക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ തിന്മകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവനെ അനുസരിച്ചുള്ള തഖ്വയോടെയുള്ള സൗഭാഗ്യത്തിലേക്കുള്ള യഥാർത്ഥ മുഅ്മിനിൻ്റെ ജീവിതം എനിക്കും നിങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളിൽ ആറാമത്തേതാണ്, നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ നഫ്സിനെ നമ്മുടെ അധികാരത്തിന് കീഴിൽ നിർത്തുക, പിശാചിനെ പരാജയപ്പെടുത്തുക, അവന് വെറുപ്പുള്ള പ്രവർത്തനങ്ങളിലൂടെ നിന്ദനാക്കുക എന്ന കാര്യം. നഫ്സിനൊരു പ്രത്യേകതയുണ്ട്. നിൻ്റെ മനസ്സിനെ, അതിനെ നീ അനുസരിച്ചാൽ, അതിൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയാൽ അത് നിന്നെ അതിൻ്റെ അടിമയാക്കി കളയും. അതേസമയം നീ അതിനെ വരുതിക്കു നിർത്തിയാൽ, അള്ളാഹു തൃപ്തിപ്പെടുന്ന വഴിയിലേക്ക് നീ അതിനെ വലിച്ചു കൊണ്ടുപോയാൽ അത് നിനക്ക് പിന്നാലെ അനുസരണയോടെ വരുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ നമ്മെ പഠിപ്പിച്ച ഒരു ദുആയിൽ നമുക്ക് കാണാം, അഊദു ബിക മിൻ ശർരി നഫ്സി വശർരി ശൈത്താനി വശിർകിഹി. രണ്ട് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അഊദു ബിക മിൻ ശർരി നഫ്സി, റബ്ബേ എൻ്റെ നഫ്സിൻ്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വശർരി ശൈത്താൻ, പിശാചിൻ്റെ ഷർറിൽ നിന്നും. വശിർകിഹി, അവൻ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിലേക്ക് നയിക്കുന്നതിൽ നിന്നും. വശർരി ശൈത്താനി വശറകിഹി എന്നും ആ ദുആ ഒരു വായനയുണ്ട്. അഥവാ പിശാചിൻ്റെ കെണി വലകളിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ശൈത്താൻ നമ്മെ നാശങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, കത്തിയാളുന്ന നരകത്തീയിൻ്റെ ആളുകളാകാൻ മാത്രമാണ് അവൻ അവൻ്റെ കക്ഷിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് നഫ്സിനെ സ്വന്തം വരുതിയിലാക്കുക, ശൈത്താനെ അവനെ പരാജയപ്പെടുത്തുക. അവൻ തിന്മയിൽ നിന്നെ അകപ്പെടുത്തിയാൽ ഉടനെ നന്മ ചെയ്തുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട് അവനെ പരാജയപ്പെടുത്തുക. നീ തിന്മകളിൽ പോകുമ്പോൾ സന്തോഷിക്കുന്നത് നിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ബുദ്ധിയുള്ള ആരാണ് ഏറ്റവും കൊടിയ ശത്രുവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക? ആരും ചെയ്യുകയില്ല. അള്ളാഹു അവൻ നിങ്ങളുടെ ശത്രുവാണെന്നും ശത്രുവായി സ്വീകരിക്കണമെന്നും പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം ഇതാണ്. അവൻ്റെ കാലടിപ്പാടുകളെ പിൻപറ്റരുത്. അവൻ കൊണ്ടുപോകുന്ന വഴിയിൽ, അവൻ വിരിക്കുന്ന വലകളിൽ നീ പെട്ടുപോകരുത്. അവൻ അങ്ങേയറ്റം കുതന്ത്രങ്ങളുള്ളവനാണ്. അവൻ അങ്ങേയറ്റത്തെ വഞ്ചകനാണ്. അവൻ വ്യാമോഹങ്ങളേകുന്നവനാണ്. അവൻ തിന്മയെ നന്മയാക്കി തോന്നിപ്പിച്ചു നൽകുന്ന, നന്മകളിൽ മടുപ്പുണ്ടാക്കി തരുന്ന, അങ്ങനെയുള്ള
ഏറ്റവും വലിയ അക്രമിയും അള്ളാഹുവിൻ്റെയും നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാമിൻ്റെയും മനുഷ്യകുലത്തിൻ്റെ ഒന്നാകെയുമുള്ള കൊടിയ ശത്രുവാണ്. അതുകൊണ്ട് അവനെ സൂക്ഷിക്കുക, സ്വന്തം നഫ്സിനെയും സൂക്ഷിക്കുക. ഇക്കാര്യമാണ് ആറാമത്തത്. ഏഴാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, തിന്മകൾ ഉപേക്ഷിച്ചാൽ അള്ളാഹു അതിന് പകരമായി നൽകുന്ന ഉന്നതമായ സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അതേക്കുറിച്ച് ആലോചിക്കുക. അള്ളാഹുവിന് വേണ്ടി ആരെന്തുപേക്ഷിച്ചാലും അള്ളാഹു അതിനേക്കാൾ നല്ലതവന് പകരം നൽകുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തിഖാ അല്ലാഹ് ഇല്ലാ അഅതാക അല്ലാഹു ഖൈറൻ മിൻ. നീ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി ഏത് കാര്യം ഉപേക്ഷിച്ചാലും അള്ളാഹു അതിനേക്കാൾ നല്ലത് നിനക്ക് പകരം നൽകും. ഇത് തഖ്വക്ക് യോജിക്കുകയില്ല, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് യോജിക്കാത്തൊരു സമ്പാദ്യമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് യോജിക്കാത്തൊരു പ്രവർത്തനമാണ്. എൻ്റെ ഈ വാക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ പ്രവർത്തനം ഇത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് നീ മനസ്സിലാക്കിയാൽ, റബ്ബിന് വേണ്ടി നീ അത് ഉപേക്ഷിച്ചാൽ ഒരു നോട്ടമാണ്, പക്ഷെ റബ്ബിന് വേണ്ടി നീ അത് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹു നിനക്ക് ഏറ്റവും നല്ല അനുഗ്രഹം അതിനു പകരമായി നൽകും. സഹോദര, നിൻ്റെ ഈമാൻ അള്ളാഹു അതിനു പകരം വർദ്ധിപ്പിച്ചു തരിക. ഈമാനിൻ്റെ ഹലാവ, അതിൻ്റെ മാധുര്യം അള്ളാഹു നിൻ്റെ ഹൃദയത്തിൽ നൽകുക. കൊടിയ പരീക്ഷണങ്ങളിൽ അള്ളാഹു നിന്നെ പിടിച്ചു നിർത്തുക എന്നതു മാത്രം പോരെ അള്ളാഹു നൽകുന്ന പകരമായി. എന്നാൽ റബ്ബിൻ്റെ ഫദ്ൽ അതങ്ങേയറ്റം വിശാലമാണ്. അതുകൊണ്ട് റബ്ബ് പകരം നൽകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. അള്ളാഹു സ്വർഗം പകരം നൽകിയാൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? ഫഅസാബഹുമുല്ലാഹു ബിമാ ഖാലു ജന്നാത്ത്. അള്ളാഹു ഈമാനിൻ്റെ വാക്ക് പറഞ്ഞവർക്ക് ആ വാക്ക് പറഞ്ഞതിൻ്റെ കാരണത്താൽ സ്വർഗം പ്രതിഫലം നൽകിയെന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം. എത്രയോ തിന്മകൾ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ആളുകൾക്ക് അതാ സ്വർഗം അതിനു പകരമായി നൽകുന്നു. അതിനുവേണ്ടി ആ റബ്ബ് നൽകുന്ന പകരത്തിനു വേണ്ടി നീ കാത്തിരിക്കുക, അതിനുവേണ്ടി നീ കാത്തിരിക്കുക. നീ കാത്തിരിക്കാൻ തീരുമാനിച്ചാൽ അല്പകാലം മാത്രമാണ്. മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫഇന്ന അജലല്ലാഹി ലആത്. ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, അത് പ്രതീക്ഷിക്കുന്നത്, ഫഇന്ന അജലല്ലാഹി ലആത്, അള്ളാഹു നിശ്ചയിച്ച അവധി അത് വരിക തന്നെ ചെയ്യുമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എട്ടാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മഅയ്യത്തിനെ കുറിച്ച് നീ ആലോചിക്കുക. അള്ളാഹു നിൻ്റെ കൂടെ ഉണ്ടാകണം, നിന്നെ സഹായിച്ചുകൊണ്ട്, നിന്നെ പിന്തുണച്ചുകൊണ്ട്, നിനക്ക് കാവലേകിക്കൊണ്ട് അള്ളാഹു നിൻ്റെ കൂടെ ഉണ്ടാവുക. മഅയ്യ, അള്ളാഹുവിൻ്റെ മഅയ്യ. അള്ളാഹു അവനെ സൂക്ഷിക്കുന്നവരുടെ കൂടെയാണ്, അള്ളാഹു തൗബ ചെയ്യുന്നവരുടെ കൂടെയാണ്, അള്ളാഹു മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. ഏതർത്ഥത്തിൽ? അവരെ സഹായിച്ചുകൊണ്ട്, അവരെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട്. അതല്ല എങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ സകല മനുഷ്യരുടെയും കൂടെയുണ്ട്. അവൻ 7 ആകാശങ്ങൾക്ക് മേലെയാണ്. എന്നാൽ അവൻ്റെ അറിവുകൊണ്ട്, അവൻ്റെ കഴിവുകൊണ്ട് സകല പടപ്പുകളുടെയും കൂടെയുണ്ട്. എന്നാൽ പ്രത്യേകമായൊരു മഅയ്യ, പ്രത്യേകമായി റബ്ബ് നിൻ്റെ കൂടെ ഉണ്ടാകും. എങ്ങനെ? നിന്നെ സഹായിച്ചുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് കൊടുത്ത ഉപദേശത്തിലുള്ളതുപോലെ, ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ കാത്തുകൊള്ളും. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, റബ്ബിനെ നിനക്ക് മുന്നിൽ കാണാം എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് റബ്ബിൻ്റെ മഅയ്യ, അവൻ കൂടെ ഉണ്ടാവുക എന്നത് അതേക്കുറിച്ച് ഓർക്കുക. അള്ളാഹു ഒരുവൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ പിന്നെ അവൻ എന്താണ് നഷ്ടപ്പെടുക? റബ്ബ് ആരുടെയെങ്കിലും കൂടെ ഇല്ല എങ്കിൽ പിന്നെ അവൻ എന്താണ് കിട്ടാൻ പോകുന്നത്? ഇല്ല. അള്ളാഹു കൂടെ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാവുക. 9ാമത്തെ കാര്യം, പ്രിയ സഹോദരങ്ങളെ, പെട്ടെന്ന് ആയുസ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച്, പൊടുന്നനെ മരണം സംഭവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ആ ചിന്ത മനസ്സിലുണ്ടാവുക. കാരണം ആയുസ് എന്ന് പറയുന്നത് ഒരാളുടെയും ആയുസ്സിനെ കുറിച്ച് നമുക്കാർക്കും അറിയില്ല. അള്ളാഹു പറഞ്ഞു, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരാൾക്കും അറിയില്ല നാളെ അവൻ എന്ത് ചെയ്യുമെന്ന്, ഒരാൾക്കും അറിയില്ല ഏതു ഭൂമിയിൽ വെച്ച് അവൻ മരിക്കുമെന്ന്. ആലോചിക്കുക ആയത്തിനെ കുറിച്ച്. ഏത് സ്ഥലത്തു വെച്ച് മരിക്കുമെന്നറിയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. പൊതുവെ ഒരാൾ ഒരു നാട്ടിൽ തന്നെ ജീവിക്കുന്നു, എവിടെയും പോകുന്നില്ല, ഒരു സ്ഥലത്തു തന്നെ ജീവിക്കുന്നു. അങ്ങനെയുള്ള ആളുകളില്ലേ? കുറേ കാലമായി എവിടെയും മറ്റൊരു നാട്ടിലേക്ക് പോകാൻ അവനൊരു ഉദ്ദേശവുമില്ല. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയുണ്ട് അവൻ ആ നാട്ടിൽ വെച്ച് തന്നെ മരിക്കാൻ. എന്നിട്ട് പോലും അള്ളാഹു പറയുകയാണ്, ഒരാൾക്കും അറിയില്ല അവൻ ഏതു ഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന്. അള്ളാഹു അക്ബർ. എങ്കിൽ എന്തുകൊണ്ടും
ഒരാൾക്കും അറിയുകയില്ല അവൻ എപ്പോൾ മരിക്കുമെന്ന്. മരിക്കുന്ന സ്ഥലം പോലും നിനക്കറിയില്ല എങ്കിൽ ആ സമയം നിനക്ക് ഒരിക്കലും അറിയില്ല. ഏത് സമയത്താണ് അത് പിടികൂടുക, മരണം പിടികൂടുക. ഈ മസ്ജിദിൽ നിന്ന് ജീവനോടെ അള്ളാഹു നമുക്ക് പുറത്തേക്ക് പോകാൻ തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് പോകാൻ സാധ്യമല്ല. അതല്ല എങ്കിൽ നമ്മെ താങ്ങിപ്പിടിച്ച ആളുകൾ അവർ ചുമലിൽ ഏറ്റിയിട്ടായിരിക്കും, അവർ കൈകാലുകൾ പിടിച്ചിട്ടായിരിക്കും കൊണ്ടുപോവുക. എത്ര എത്ര ആളുകൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്ന മരണങ്ങൾ, വായിക്കുന്ന വാർത്തകൾ, പുറത്തേക്ക് പോയി മയ്യിത്തുകളായി തിരിച്ചു വന്നവർ അവരാരെങ്കിലും ഞാനിന്ന് മരിക്കും എന്ന് വിചാരിച്ചിട്ടാണോ പോയത്? ഞാൻ ഈ ഇട്ട വസ്ത്രം ഇതഴിക്കുക മയ്യിത്ത് കുളിപ്പിക്കുന്നവനായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൻ ആ വസ്ത്രം അണിഞ്ഞത്. ആലോചിക്കൂ നിങ്ങൾ. ഇന്ന് ഈ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങുകയില്ല, മറിച്ച് ഇന്നത്തെ എൻ്റെ താമസം ഖബറിടത്തിലാണ്, ഖബറിനകത്താണ് എന്ന് ചിന്തിച്ചിട്ടായിരിക്കുമോ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്? ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്ഥിതിയും എന്നത് ചിന്തിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു പറഞ്ഞു, ലികുല്ലി അജലിൻ കിതാബ്, ഓരോ അവധിയും അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതെല്ലാം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ലികുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ സമുദായത്തിനും ആയുസ് ഒരു അവധിയുണ്ട്. ഇദാ ജാഅ അജലുഹും ഫലാ യസ്തഅഖിറൂന സഅത വലാ യസ്തഖ്ദിമൂൻ. ആ അവധി എത്തിയാൽ ഒരൽപ്പം പോലും അവർ പിന്നോട്ടാവുകയില്ല, മുന്നോട്ടാവുകയുമില്ല. നിങ്ങളൊന്ന് ചിന്തിക്കൂ, എത്രയോ മനുഷ്യർ തിന്മകൾ, വൃത്തികേടുകൾ മനസ്സിൽ അത് നിശ്ചയിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വാഹനത്തിൽ കയറി യാത്രയായിട്ടുണ്ട്, വിദേശത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആ യാത്രക്കിടയിലാണ് അവൻ മരിച്ചുപോയത്. അവൻ്റെ റൂഹ് അവിടെ വെച്ചാണ് പിടിക്കപ്പെട്ടത്. എത്രയോ ആളുകൾ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി. വീട്ടിൽ നിന്ന് അവൻ പുറത്തിറങ്ങിയത് ഒരു വൃത്തികേട് ചെയ്യാൻ, ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു കൊണ്ടാണ്. പക്ഷെ അവൻ ജീവനോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ചിലരാകട്ടെ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരണപ്പെട്ടത്. നഊദു ബില്ലാഹ്, ദുർമരണം, സൂഉൽ ഖാത്തിമ, അതിനേക്കാൾ വലിയ ദൗർഭാഗ്യം എന്തുണ്ട്? ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിച്ചു പോവുക. ഒരാൾ ഏത് രൂപത്തിൽ മരിച്ചുവോ അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ്. അതുകൊണ്ട് തിന്മ ചെയ്യുമ്പോൾ ചിന്തിക്കുക, ഇതെൻ്റെ അവസാന നിമിഷങ്ങളായിരിക്കുമോ? അതിലേക്ക് മനസ്സ് പ്രേരണ നൽകുമ്പോൾ ചിന്തിക്കുക, ഇത് ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ മരിച്ചുപോയാൽ എന്തായിരിക്കും സ്ഥിതി? ആ രൂപത്തിൽ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ നമ്മുടെ മാതാപിതാക്കളുടെ, മക്കളുടെ, സുഹൃത്തുക്കളുടെ, അള്ളാഹുവിൻ്റെ, അംബിയാഇൻ്റെ, മലായിക്കത്തിൻ്റെ ഒക്കെ മുന്നിൽ, അതിനുമെല്ലാം മേലെ നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ ഈ രൂപത്തിൽ വഷളാക്കപ്പെട്ടാൽ പരലോകത്ത് ആ തിന്മയുമായി ഈ കോടാനുകോടി ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തപ്പെട്ട നിലയിൽ കാണും. വവജദു മാ അമിലു ഹാദിറ, അവർ ചെയ്തതെല്ലാം ഹാജരായി അവരവിടെ കാണുന്നതാണ്. ആ നേരം എത്ര വലിയ അപമാനമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് ആലോചിക്കുക, തിന്മകൾ മനസ്സിൽ വരുമ്പോൾ ഇക്കാര്യം ചിന്തിക്കുക. 10ാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, യഥാർത്ഥ ദുരന്തം അത് തിന്മകളിൽ നമ്മൾ അകപ്പെടുക എന്നതാണ്. യഥാർത്ഥ ആഫിയത്ത്, യഥാർത്ഥ സൗഖ്യം തിന്മകളിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശ്രേഷ്ഠമായൊരു ദുആ ഉണ്ട്, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്ന ദുആ ആണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ അഫ്വ വൽ ആഫിയ, അഫു ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, ആഫിയത്ത് ചോദിക്കുന്നു. ആ ആഫിയത്ത് എന്നാൽ അത് സൗഖ്യമാണ്, അത് തിന്മകളിൽ നിന്നുള്ള സൗഖ്യമാണ്, രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യമാണ്. വളരെ ശ്രേഷ്ഠമായ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ പിതൃ സഹോദരൻ അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് വല്ലതും പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് നിങ്ങൾ ആഫിയത്ത് ചോദിക്കൂ എന്നാണ് നബി പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ വീണ്ടും അബ്ബാസ് വന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അമ്മ റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവരായ അബ്ബാസ്, അള്ളാഹുവിനോട് നിങ്ങൾ ആഫിയത്ത് ചോദിക്കുക, ഈ ലോകത്തും പരലോകത്തും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അധികരിപ്പിക്കുക, അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക. തിന്മകളിൽ നീ അകപ്പെട്ട് പിന്നെ രക്ഷപ്പെടുന്നതിനേക്കാൾ നല്ലത് തിന്മയിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിച്ച് നിർത്തുന്നതാണ്, അതിലേക്ക് പോകാതെ സംരക്ഷിച്ച് നിർത്തുന്നതാണ്. ചെയ്തു പോയ തിന്മകളിൽ നിന്നാകട്ടെ തൗബ ചെയ്യുക. തൗബ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എല്ലാത്തിനേക്കാളും മുകളിൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. കാരണം ചില കൂട്ടരുണ്ട്, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹു ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല.
നോക്കൂ, സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറഞ്ഞ മുഅ്മിനീങ്ങളുടെ ഹൃദയം നടുങ്ങേണ്ട ഒരു ആയത്ത് അള്ളാഹു പറയുകയാണ് ചില ആളുകളെ കുറിച്ച്, വമയുരിദില്ലാഹു ഫിത്നതഹു ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈഅ. അള്ളാഹു ഒരുവനെ കുഴപ്പത്തിൽ അകപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ അവനെ രക്ഷപ്പെടുത്താൻ നിന്റെ കയ്യിൽ യാതൊരു അധികാരവുമില്ല. ഉലൈക അല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും. അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹൃദയം അത് വൃത്തിയാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കാത്ത ആളുകളുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു അക്കൂട്ടരിൽ ഉൾപ്പെടുത്താതെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് പറയുന്നു, ലഹും ഫിദ്ദുനിയ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അവർക്ക് ഇഹലോകത്ത് നിന്ദതയുണ്ട്, പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാമ. അതുകൊണ്ട് നോക്കൂ, അവരിൽ ഉൾപ്പെടാതെ ഈ ലോകത്ത് ക്ഷമയോടെ ജീവിച്ചാൽ അള്ളാഹു പകരം നൽകും. വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ. അവർ ക്ഷമിച്ച് ജീവിച്ചതിൻ്റെ കാരണത്താൽ അവർക്ക് സ്വർഗവും അതുപോലെ അവിടെയുള്ള പട്ടുവസ്ത്രങ്ങളും മേന്മയേറിയ സുഖസൗകര്യങ്ങളും നാം പകരം നൽകിയെന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബവനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم اغفر ذنوبنا وارحمنا يا أرحم الراحمين. اللهم توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على نبينا محمد.